കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. നമ്മുടെ നാട്ടില് വേറെയും ഒരുപാട് വിധവകളുണ്ട്. നീ ഇങ്ങനെ പൂവും പൊട്ടും ഒക്കെ വെച്ച് അവരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നാ കൃഷ്ണനാഥപ്പണിക്കട്ടെ മരുമകൾക്കൊരു നിയമം ഞങ്ങൾക്കൊരു നിയമം എന്ന് പറഞ്ഞുകൊണ്ട് പൂവും പൊട്ടും ഒക്കെ വെച്ച് ഇതുവഴി നടക്കാൻ തുടങ്ങും. അങ്ങനെയായാൽ സുമംഗലികൾക്കും വിധവകൾക്കും തമ്മിൽ ഒരു വ്യത്യാസം ഇല്ലാതെ വരില്ലേ? ചേട്ടത്തി, എന്തു പറ്റി ചേട്ടത്തി? എന്താ ഇവിടെ ഇങ്ങനെ വന്നിരിക്കുന്ന? പറയ ചേട്ടത്തി, എന്തു പറ്റി? പറയ്, എന്തിനാ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന? ഇത്രയും കാലം ഏട്ടനില്ലെന്ന് കരുതി പൊട്ടും പൂവും വെക്കാതെ വിഷമിച്ചിരിക്കായിരുന്നു. പക്ഷെ ഇന്ന് നാഗദേവൻ തന്നെ ചേട്ടത്തിയുടെ നെറ്റിയിലെ പൊട്ട് തൊട്ട് തന്നു. ഏട്ടൻ ജീവനോടെ ഉണ്ട് എന്നുള്ളത് എന്റെ വിശ്വാസമാണ്. മുത്തശ്ശിയും അച്ഛനും എല്ലാരും ഏട്ടത്തി ഇങ്ങനെ കണ്ടിട്ട് ഒത്തിരി സന്തോഷിച്ചു. അതൊക്കെ ഓർത്ത് സന്തോഷിക്കാനുള്ള ഈ സമയത്ത് ചേട്ടത്തി എന്തിനിങ്ങനെ വിഷമിച്ചിരിക്കുന്നേ? എന്ത് കണ്ടിട്ടാ ഞാൻ സന്തോഷിക്കേണ്ടേ? ഈ പൊട്ട് കണ്ടിട്ടോ, അത് തലയെ വച്ചേക്കുന്ന പൂ കണ്ടിട്ടോ എന്ത് കണ്ട് സന്തോഷിക്കണം? സുമംഗലി എന്ന് പറഞ്ഞ നെറ്റിയില് കുങ്കുമയിട്ട് കഴുത്തിൽ താലിയിട്ട് പിന്നെ തലയിൽ പൂ വയ്ക്കുന്നതോ ഒന്നുമല്ല. സുമംഗലി എന്ന് പറയുന്നത് ഒരു അലങ്കാര വാക്കൊന്നും അല്ല ഭവാനി. താലി കെട്ടിയ ഭർത്താവ് കൂടെ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം പൂർണ്ണമാവും. ഭർത്താവിന്റെ തണലിൽ ജീവിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ധൈര്യമുള്ളൂ. സുമംഗലി എന്ന് വെച്ച് എപ്പോഴും ഭർത്താവ് എന്റെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. എന്റെ അവസ്ഥ അതാണോ? നെറ്റിയിൽ പൊട്ട് വെച്ചു എന്നുള്ളതല്ലാതെ നേരത്തെ അവസ്ഥയിൽ നിന്ന് ഒരു മാറ്റം എനിക്ക് ഉണ്ടായിട്ടില്ല. എന്റെ കഷ്ടപ്പാട് കുറഞ്ഞിട്ടുമില്ല, എന്റെ കണ്ണീരും തോരുന്നില്ല. ഞാൻ എന്ത് ജോലി ചെയ്തോണ്ടിരുന്നാലും എന്റെ ഭർത്താവിനെ കുറിച്ച് മാത്രമാണ് ഓർത്തോണ്ടിരിക്കുന്നത്. ഞാൻ ഇന്ന് രാത്രി ഉറങ്ങുമ്പോ പോലും എന്റെ ഈ കണ്ണിന് മുന്നിൽ എപ്പോഴും നിന്റെ ചേട്ടന്റെ രൂപം മാത്രമാണ്. ഞാനിതെല്ലാം ആരോട് പറയും? ചേട്ടത്തി, എന്റെ സന്തോഷത്തിന്റെ അടയാളം ഞാൻ എന്റെ ഏട്ടന്റെ കയ്യിൽ കെട്ടിയ രാഖി, അതുപോലെ തന്നെ ഏട്ടൻ കെട്ടിയ ഈ താലി ചേട്ടത്തിയുടെ സൗഭാഗ്യത്തെ കാണിക്കുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിലുള്ളത് രക്തബന്ധമാണെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെ ഇടയിലുള്ളത് ജീവിതമാണ് ചേട്ടത്തി. ചേട്ടത്തിയുടെ വേദന എനിക്ക് മനസ്സിലാവും. എന്നെക്കൊണ്ട് ഈ വേദന ഇല്ലാതാക്കാൻ പറ്റില്ലായിരിക്കാം. പക്ഷെ ഒരേ ഒരു കാര്യം ഞാൻ ചേട്ടത്തിയോട് പറയാം. ഏട്ടനെ എവിടെ തന്നെ ആയിരുന്നാലും ഞാൻ പോയി കൂട്ടിക്കൊണ്ടുവരും ഏട്ടനെ. എന്നെ വിശ്വസിക്കേട്ടത്തി, എന്നെ വിശ്വസിക്കേ. ഇനി മുതൽ ഇങ്ങനെ കരയരുത്. ഈ നെറ്റിയിലെ കുങ്കുമം എപ്പോഴും ഇങ്ങനെ ഉണ്ടാവണം. ഹലോ, നമസ്കാരം മാഡം. അയാൾക്ക് എങ്ങനെയുണ്ട്?
കുഴപ്പമൊന്നുമില്ല മാഡം. ഇത്രയും കാലം എന്തിനാ മാഡം നമ്മൾ ഇയാളെ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നത്? അയാള് ജീവിച്ചിരിക്കുന്നു എന്ന കാര്യം മറ്റാരെങ്കിലും അറിഞ്ഞാ അത് നമുക്കായിരിക്കും പ്രശ്നം. അയാൾ ഒരു കാരണവശാലും രക്ഷപ്പെടാൻ പാടില്ല. വളരെ ശ്രദ്ധയോടെ ഇരിക്കണം. ടേക്ക് കെയർ. ഓക്കെ മാഡം. മാഡം പറഞ്ഞതുപോലെ എല്ലാം ചെയ്യാം മാഡം. ഇയാളെ ഞാൻ കൊന്നു കളഞ്ഞ ജോലി എളുപ്പമായില്ലേ മാഡം? വെറുതെ എന്തിനാ ആവശ്യമില്ലാതെ സമയം കളയുന്നത്? അയാളുടെ പക്കൽ എനിക്ക് ആവശ്യമായിട്ടുള്ള കോസ്റ്റ്ലി ഇൻഫർമേഷൻസ് ഉണ്ട്. അതെല്ലാം അയാൾ പറയുന്നത് വരെ അയാൾ ജീവനോടെ ഉണ്ടാവണം. അയാൾക്ക് മരണത്തെ ഭയം ഇല്ലാത്തത് കൊണ്ടാ സത്യം പറയാതിരിക്കുന്നത്. സത്യം അറിയുന്നത് വരെ അയാൾ ജീവനോടെ ഉണ്ടാവണം. ശ്രദ്ധിക്കണം. ശരി മാഡം. സ്നേക് സൊസൈറ്റിക്കാരൊന്ന് പാമ്പിനെ പിടിച്ചോണ്ട് പോയിട്ട് പോലും പേടി മാറുന്നില്ലല്ലോ. പെട്രോൾ ബിൽ. നാഗപുരത്തിനടുത്തുള്ള ഏതോ പെട്രോൾ പമ്പിന്റെ ബില്ലാണല്ലോ ഇത്. ഇത്രയും നേരം അമ്മ എവിടെയായിരുന്നു? അഭിഷേകം ചെയ്യാൻ വേണ്ടി ക്ഷേത്രത്തിൽ പോയതാ മോളെ. അപ്പൊ അമ്മ അന്ന് പോയത് നാഗപുരത്തേക്കായിരുന്നു. അതിരാവിലെ പോയിട്ട് വൈകുന്നേരമാണ് തിരിച്ചെത്തിയതെന്ന് പറഞ്ഞ ഉറപ്പായി നാഗപുരത്തേക്ക് തന്നെ പോയിരിക്കുന്നത്. നാഗപുരത്ത് പോയില്ലെങ്കിൽ അവിടുത്തെ പെട്രോൾ പമ്പിന്റെ ബില്ലെങ്ങനെയാ ഇവിടെ? ആക്ച്വലി എന്നോട് പോലും പറയാതെ അമ്മ എന്തിനാ നാഗപുരത്ത് പോയത്? അമ്മയ്ക്ക് അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാ? അർജുനും അങ്ങോട്ടാണ് പോയത്. ഇനി അർജുനെ കാണാനെങ്ങാനും അമ്മ അങ്ങോട്ട് പോയതാണോ? അതോ മറ്റെന്തെങ്കിലും കാര്യത്തിനു വേണ്ടി? ഇനി അമ്മയോ അർജുനോ എങ്ങാനും ഞാൻ നാഗപുരത്ത് ചെയ്യുന്ന പ്രോജക്റ്റിനെ പറ്റി എന്തെങ്കിലും അറിഞ്ഞു കാണുമോ? അതറിയാൻ ഒരു ചാൻസും ഇല്ല. ആ ക്ഷേത്രത്തിന്റെ രഹസ്യം അറിയുന്ന ഒരാളെ കൂടി കൊന്നിട്ടുണ്ട് മാഡം. നമ്മൾ ആരെ കൊന്നാലും ശരി, പാമ്പ് കടിയേറ്റാണ് അയാൾ മരിച്ചതെന്ന് നാട്ടുകാർ വിശ്വസിക്കുന്നു. അതല്ലേ മാഡം ഉദ്ദേശിച്ചത്? ഗുഡ്. ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ കൊണ്ട് നാഗകോപം ഉണ്ടാവുകയാണോ? ഇനിയെങ്ങാനും നാഗപുരത്തുള്ള നാഗം എന്നെ കൊല്ലാൻ വന്നതായിരിക്കുമോ നേരത്തെ? അമ്മ നാഗപുരത്ത് പോയിട്ടുണ്ടോ ഇല്ലെന്ന് അമ്മയോട് ചോദിച്ചറിഞ്ഞേ പറ്റൂ. വീണ്ടും എന്തിനാ വന്നത്? ഈ നാട്ടിലേക്ക് വരുന്നതിന്, ഈശ്വരനെ കൂട്ടുപിടിക്കുന്നതിനാ. വന്ന കാര്യം കഴിഞ്ഞ് വേഗം തിരിച്ചു പോയാൽ വളരെ സന്തോഷം.
ദുർഗ, പറയമ്മേ. എന്നെ റൂമിലേക്കൊന്ന് കൊണ്ടുപോ. ശരി അമ്മേ. അമ്മേ, എന്താ മോളെ? അമ്മയ്ക്ക് നാഗപുരം അറിയാമോ? എന്താ, നാഗപുരമോ? അതെ. അറിയില്ല മോളെ. ആ നാടിനെ പറ്റി ഞാൻ എങ്ങനെ അറിയാനാ? ഇവള് പെട്ടെന്ന് വന്ന് നാഗപുരത്തെ കുറിച്ച് എന്തിനാ ചോദിക്കുന്നേ? ഞാനിന്നലെ അങ്ങോട്ട് പോയ കാര്യം ഇവൾ അറിഞ്ഞു കാണുമോ? ആ സാൻവി, ആ നാടിനെ പറ്റി എന്നോട് എന്തിനാ ചോദിച്ചത്? എന്നോട് അമ്മയ്ക്ക് സത്യം പറയാമായിരുന്നെങ്കിൽ എന്നോട് പറയാതെ നാഗപുരത്തേക്ക് അമ്മയ്ക്ക് പോകാൻ കഴിയില്ലായിരുന്നു. മാത്രമല്ല, അടുത്തുള്ള അമ്പലത്തിലാണ് പോയെന്ന് എന്നോട് കള്ളവും പറയില്ലായിരുന്നു. ഇപ്പൊ പോലും ഞാൻ ചോദിച്ചിട്ട് എന്നോട് സത്യം പറഞ്ഞിട്ടില്ല. ഒന്നുമില്ലമ്മേ, ഇന്ന് ഓഫീസില് നാഗപുരത്തെ കുറിച്ചുള്ള ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. ഡിസ്കഷൻ ഉണ്ടായിരുന്നോ? അതെ അമ്മേ, ആ നാട്ടിലെന്തോ അമൂല്യമായ ഔഷധങ്ങളുണ്ടെന്നാ കേട്ടത്. ഒന്നുമില്ലെങ്കിലും നമുക്ക് ഹെർബൽസിന്റെ കമ്പനിയല്ലേ, അതുകൊണ്ടാ ആ നാടിനെ കുറിച്ച് എന്തെങ്കിലും അറിയാമെന്ന് അമ്മയോട് ചോദിച്ചത്. വേറെ ഒന്നുമില്ലമ്മേ. അമ്മേ, ഗുഡ് നൈറ്റ്. കാലം എത്ര തന്നെ കഴിഞ്ഞാലും എന്റെ മകനും മകളും എപ്പോഴും നാഗപുരത്തെ കുറിച്ച് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. എങ്ങനെയൊക്കെയോ അവര് രണ്ടുപേരും നാഗപുരത്തെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ട്. നാഗപുരത്തെ കുറിച്ച് ഒന്നും അറിയാതെ തന്നെ ഇവരാ നാട്ടിലേക്ക് എത്തിച്ചേരുമെന്ന് തോന്നുന്നു. ആ നാടിന്റെ പേര് പറഞ്ഞപ്പോ തന്നെ അമ്മയുടെ മുഖത്ത് ഞാനൊരു ഭയം കണ്ടു. ഇത്രയ്ക്ക് അമ്മ ടെൻസ്ഡ് ആവണമെങ്കിൽ അമ്മയും ആ നാഗപുരവും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്. അമ്മേ നാഗദേവതേ, എന്റെ മക്കൾ നാഗപുരത്തെത്താതെ നീ തന്നെ അവരെ കാത്തോളണം. അല്ല, എന്താ നിങ്ങളിത്
വീട്ടിലുള്ള എല്ലാരും ഉറങ്ങാൻ കിടന്നു. എന്താ നിങ്ങൾ ഈ സംസാരിച്ചോണ്ടിരിക്കുന്നേ? ഒരു കാര്യം പറയാം. രാവിലെ ഉറക്കം എഴുന്നേറ്റ് തലയൊക്കെ കുളിച്ച് തുളസിത്തറയിൽ പോയി വെള്ളം ഒഴിച്ച് നന്നായിട്ട് പ്രാർത്ഥിക്കണം. നോക്കു മുത്തശ്ശി, പുറ്റിലെ പാലൊഴിക്കാൻ പറഞ്ഞു, ഞാനത് ചെയ്തു. പൂജ ചെയ്യാൻ പറഞ്ഞു, അതും ഞാൻ ചെയ്തു. എല്ലാവർക്കും താമ്പൂലം കൊടുക്കാൻ പറഞ്ഞപ്പോഴും ചെയ്തു. ഇപ്പൊ പുതുതായിട്ട് തുളസിത്തറയ്ക്ക് വെള്ളം ഒഴിക്കാൻ പറയുന്ന എന്തിനാ? സോഫ്റ്റ്വെയർ ജോലിയിൽ കൂടി ടാർഗറ്റ് ഒക്കെ ഉണ്ടാവും. പക്ഷെ ഇത്രയും ടോർച്ചറിങ് അല്ലാതെ. മുത്തശ്ശിയുടെ ലിസ്റ്റില് ഇനി ഇതുപോലെ എന്തൊക്കെയുണ്ടെന്ന് പറയും. അയ്യോ, നീ അന്ന് പുറ്റില് പാലൊഴിച്ച് പൂജ ചെയ്തതുകൊണ്ടാ നിന്റെ ചേച്ചിക്ക് നാഗരാജൻ വന്ന് പൊട്ടുവെച്ചത്. അന്നങ്ങനെ സംഭവിച്ചതുകൊണ്ടല്ലേ നിന്റെ ചേട്ടൻ ജീവനോടുണ്ടെന്ന് നിനക്കും കൂടുതൽ ഉറപ്പായത്. അതിന് ആ തുളസിത്തറയില് നീ വെള്ളം ഒഴിച്ച് പ്രാർത്ഥിച്ച ഇതുപോലെ ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കും. വെള്ളം ഒഴിച്ചുകൊണ്ട് എന്ത് സംഭവിക്കാനാ മുത്തശ്ശി? ഭവാനിക്ക് എന്ത് നല്ലതാ നടക്കാൻ പോകുന്നേ? ഇത് കാർത്തിക മാസമാ. കാർത്തിക മാസം എന്ന് വെച്ചാ വളരെ വിശേഷമുള്ള മാസമാ. അതായത് അത് ശിവന്റെ മാസമാ. എന്ന് വെച്ചാ ഇത് ശിവൻ ഒരുപാട് ഇഷ്ടപ്പെട്ട മാസമാ. ഈ കാർത്തിക മാസം ശിവന് മാത്രമല്ല, മഹാവിഷ്ണുവിന് വരെ ഒരുപാട് ഇഷ്ടമുള്ള മാസമാ. എന്തുകൊണ്ടാ പരമശിവന് ഇഷ്ടമെന്ന് പറഞ്ഞു, പക്ഷേ മഹാവിഷ്ണുവിന് എന്തുകൊണ്ടാ ഇഷ്ടമെന്ന് പറഞ്ഞതേ ഇല്ലല്ലോ. ശ്രീകൃഷ്ണന്റെ മറ്റൊരു അവതാരമാണ് മഹാവിഷ്ണു. തുളസീദേവിയുടെ മംഗല്യം ഈ കാർത്തിക മാസത്തിലായിരുന്നു നടന്നത്. അതുകൊണ്ട് നീ ഈ തുളസിത്തറയില് വെള്ളം ഒഴിച്ച ശ്രീകൃഷ്ണനെ പോലെ നല്ലൊരു ചെറുക്കനെ നിനക്ക് വരനായിട്ട് കിട്ടും. അയ്യോ, അതുപോലെ ഒരാൾ എനിക്ക് ഭർത്താവായിട്ട് വന്ന അയാളോട് പിന്നെ എനിക്ക് എപ്പോഴും വഴക്കിട്ടോണ്ടിരിക്കാനൊന്നും പറ്റില്ല. അപ്പൊ ശരി, ശ്രീരാമനെ പോലൊരു ചെറുക്കനെ കിട്ടട്ടെ. കല്യാണം കഴിച്ച പെണ്ണിനെ സംശയിക്കുന്ന ഒരാളെ എനിക്ക് വേണ്ടേ വേണ്ട. ശരി, നിനക്ക് രാമനെയും കൃഷ്ണനെയും പോലെയുള്ള ചെറുക്കന്മാരെ വേണ്ടെങ്കിൽ നല്ല ശക്തിശാലിയായ ബലശാലിയായ എല്ലാ ഗുണങ്ങളുമുള്ള അർജുനനെ പോലൊരു ചെറുക്കനെ കിട്ടട്ടെ. പ്രിയമുള്ളവനെ, പ്രിയമുള്ളവനെ, പ്രിയമുള്ളവനെ. ഓൾറെഡി ഇങ്ങ് എത്തിക്കഴിഞ്ഞു മുത്തശ്ശി. വിരഹവുമെന്തൊരു മധുരം, മുറിവുകളെന്തൊരു സുഖദം. പ്രിയമുള്ളവനെ, പ്രിയമുള്ളവനെ, വിരഹവുമെന്തൊരു മധുരം. എന്താ മോനെ ഇപ്പൊ വന്നത്? മുത്തശ്ശി, എന്റെ കയ്യിലുള്ള വെള്ളം തീർന്നായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചില്ല. കുടിക്കാൻ കുറച്ച് വെള്ളം തരുമോ? ഭവാനി, അർജുന് വെള്ളം വേണമെന്ന് എടുത്തു കൊടുക്ക. അതെ ഭവാനി, സൂക്ഷിച്ചു പോണം കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോ സ്വപ്നത്തിൽ കണ്ടതുപോലെ നടക്കും.